നമസ്കാരം, ദിലാവാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടെപ്സ് പിടിക്കണോ നിങ്ങൾക്ക്? വേണ്ടല്ലേ? ഇതെല്ലാം നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം. നമ്മൾ മണികണ്ഠേശ്വരം നമ്പൂതിരി ഹാൾസിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഡോഗിനെ എടുത്തു കൊടുത്തതിൻ്റെ വീഡിയോ ഞാൻ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വന്ന ആ സമയം മുതൽ കടിയണം. ഒരു ഇഞ്ഞ കടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കടി എടുത്തുകൊടുന്നത് നമ്പൂരീസ് ഹാളിൻ്റെ മുമ്പിൽ നിന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്പൂരിമാരെ ഒരു സൗമ്യഭാവം അവനക്കില്ല, മുടിഞ്ഞ കടിയാണ്. ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാണ്ട് ഒരു ദിവസം 2 ദിവസം ഒരിക്കലും വൈകി വെക്കാൻ പറ്റില്ലായിരുന്നു. സ്പൈനലിന് ഇന്റേണൽ ഇഞ്ചുറിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റേയിലോ കാര്യങ്ങളൊന്നും നമുക്ക് കാണില്ല. അപ്പം എന്താ വെച്ചാൽ അങ്ങനെ തളർന്നു പോകും. അരക്ക് പോകാൻ തളർന്ന പല കേസുകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അത്തരം കേസുകളൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ട്രീറ്റ്മെന്റിന്റെ സാധ്യത, റിക്കവറി സാധ്യത കുറഞ്ഞു വരികയും പൊതുവേ ഒരു 40% ഉള്ള റിക്കവറി സാധ്യത, അതിലുപരി അത് വീണ്ടും കുറഞ്ഞു വരും. അപ്പോൾ അവൻ്റെ കടി മാറുവോളം നമുക്ക് കാത്തുക്കാല യാതൊരു സാഹചര്യമില്ല. അങ്ങനെ പിന്നെ ബലമായിട്ട് ഒഴിച്ചിൽ തുടങ്ങിയിട്ട് പറയാം. ഇതൊരു കോഴ്സാണ്. മുമ്പ് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട പലതിൽ സക്സസ് ആക്കിയാൽ ഒരെണ്ണം നല്ല പോപ്പുലറായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവൻ്റെ കാര്യങ്ങൾ നീട്ടി വെക്കാൻ യാതൊരു സാഹചര്യമില്ലായിരുന്നു. കഴിഞ്ഞ 8 ദിവസമായിട്ട് എനിക്ക് ഒഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓറലായിട്ട് ഒരു നിലക്ക് അവർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് 2 ഇഞ്ചക്ഷൻ ആക്കിയിട്ട് ഡെയിലി കൊടുത്തിരുന്നു. 5 ദിവസം ഒരെണ്ണം കൊടുത്തോളൂ. ഇപ്പോൾ 15 ദിവസം കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെയിൻ കില്ലർ കൊടുക്കുന്നില്ല, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. റിക്കവറി ആവോ ഇല്ലേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇനി 2 ദിവസമാണ്. ഇന്ന് രാവിലെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്ലാസ്. 8 ദിവസം നമുക്ക് തുടർച്ചയായിട്ട് ഒഴിച്ചിലായിരുന്നു. അപ്പോൾ മസാജ് എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും ഒഴിച്ചിൽ തന്നെയാണ്. അങ്ങനെ ഒഴിയുന്ന സമയത്ത് നമുക്ക് ഒരു സ്പാർക്ക് കിട്ടും. ഇത് ശരിയാവില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു പറയാനുള്ളൊരു സാഹചര്യം ആയിട്ടില്ല. എന്നാൽ നമ്മൾ ഒഴിയുന്ന സമയത്ത് നമ്മൾ വിരലിലൊന്നും വേറെ ഇഞ്ചുറിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തടയണമില്ല. ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഓൻ ആ ഏരിയയിലത്തെ ഒരു മാറ്റാണ്. അതുകൊണ്ട് ഇതുവരെ ഒതുങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാനെന്തോ അക്രമത്തിന് പിടിച്ചെടുത്ത മാറ്റത്തെ ഭാവമാണ് അവൻ്റെ. അതുകൊണ്ട് പക്ഷെ ബലമായിട്ട് പിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ഒഴിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ലാസ്റ്റ് അതിൻ്റെ ഘട്ടം. നാളെ മുതൽ നമ്മൾ സ്വിമ്മിങ് ആരംഭിക്കും, മറ്റ് തെറാപ്പികൾ ആരംഭിക്കും. അപ്പോൾ ഇനി ഒഴിച്ചിൽ റെക്കോർഡ് ചെയ്യാനോ ഇടാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ്റെ എല്ലാ വയലൻസും നിലനിർത്തിക്കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ കാണുക. അതിൻ്റെ റിയാലിറ്റി എന്താണെന്നല്ലേ മനസ്സിലാക്കുക. എനിക്ക് കടി കിട്ടാണ്ടിരിക്കാനും അവൻ്റെ അസുഖം മാറാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് നേരം വണ്ണം കിടന്നെന്നെങ്കിലല്ലേ നമ്മൾക്ക് ഒഴിയാൻ വേണ്ടി പറ്റുക. പക്ഷെ അതും കാത്തു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് തളർന്നു പോകും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം ഉണ്ടാവില്ല. ഓരോ ദിവസം കഴിയുന്നതോറും വീക്ക് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബലമായിട്ട് ചെയ്യേണ്ടി പിടിച്ചു വരുന്നത്. ഇപ്പോൾ 7ാമത്തെ ദിവസമാണ് ഇത് ചെയ്യുന്നത്. ഇന്നത്തോടെ നിർത്തണം എന്നൊരു ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒഴിച്ചിൽ നടക്കും. സ്വിമ്മിങ്ങിലാളെ ഡബ്ബയിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടാങ്കിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സമയത്ത് വെള്ളം കൊണ്ട് തന്നെ തിരുമ്മി ശരിയാക്കി എടുക്കാം. പക്ഷേ വെള്ളത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു നാച്ചുറലി ഒരു കഴിവുണ്ട്, ഒരു നീന്താനുള്ളൊരു ശ്രമം. ആ ശ്രമം കറക്റ്റ് ഈ ഭാഗത്തേക്ക് ഒരു ചലനം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ ഗ്രാജുവലി മസിൽ വളർത്തിയെടുക്കും. പിന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളമില്ലാത്ത സ്ഥലത്തും അവൻ ആ ഒരു സൈക്ലിങ് അത് ശരിയായി വരും. അങ്ങനെയാണ് പിന്നെ ഇത് സെറ്റാക്കി എടുക്കുക. പിന്നെ നേരം വേണം ക്വാളിറ്റി ഫുഡും മെഡിസിനും സ്ഥിരം ഫിസിയോതെറാപ്പി നീന്തലും കൂടെ ആവണ സമയത്ത് അത് ശരിയായി വരും. അങ്ങനെയാണ് സാധാരണ തരാറ്. ഇതിപ്പോൾ ഈ അശ്വഗന്ധാദി തൈലം ഉപയോഗിച്ചിട്ട് സ്ഥിരം ഒഴിയുന്ന സമയത്ത് ഈ വേർക്കാത്ത ജീവികൾക്ക് വേറെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 ഡോഗ്സിൽ നമ്മൾ പരീക്ഷിക്കുന്ന പരിപാടിയാണ്. മുമ്പ് കളരിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സ്ഥിരം ഒരുപാട് കിടപ്പ് രോഗികൾ അടഞ്ഞു കിടക്കുമ്പോൾ എയർ സർക്കുലേഷനിലുണ്ടാകുമ്പോൾ നമ്മൾ ഈ എണ്ണം തൈലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് അടഞ്ഞു കിടക്കുമ്പോൾ അവരെ ശരീരം ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ്ടാവുന്ന സമയത്ത്, വേർക്കാണ്ടാവുന്ന സമയത്ത് സ്കിന്ന് പൊട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഉള്ളൊരു കളരി ഒഴിച്ചലിൻ്റെ ഭാഗമാണ് ഈ ഇലകൾ മിക്സ് ആക്കിയിട്ടില്ലേ ഒഴിച്ചൽ. അപ്പോൾ തൈലം ഒരു 60% കഴിഞ്ഞ് റിസൾട്ട് കാണുമ്പോഴാണ് തൈലം സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുമ്പ് ഇല കൊണ്ട് ഒഴിയും കളരിയിൽ. അപ്പോൾ ആ ഒഴിച്ചൽ ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ വെള്ളം എന്തോന്നും സസ്യങ്ങളും മറ്റേ ഇലകളൊന്നും സംഘടിപ്പിക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല. ഏത് ഭാഗത്തൊക്കെ നിൽക്കണം എന്നുള്ളത് സ്ട്രോങ് ആയ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ പറമ്പിലൊക്കെ കിട്ടുന്ന കിയാർനെല്ലി, കുറുന്തോട്ടി, ഉത്തരചുണ്ട പോലുള്ള സാധനങ്ങളൊക്കെ, അങ്ങനത്തെ എൻ്റെ പറമ്പിൽ തന്നെ കിട്ടുന്ന 6-7 സാധനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ 3-4 ഡോഗ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടി ഇതാണ്. നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതിലിട്ട് നന്നായിട്ട് ഒഴിയും. എന്നിട്ട് നല്ലൊരു ഘട്ടം കഴിയുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ തൈലം ഉപയോഗിക്കാറ്. അങ്ങനെ അതിൻ്റെ റിസൾട്ടും ഇതുവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒഴിച്ചലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1-2 ദിവസം ഇവൻ ഈ രീതിയിലല്ലേ കടിക്കല്ലേ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒഴിച്ചിലോടൊന്നും വല്ല ഫലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയും നിർബന്ധമായിട്ട് ഇത് ചെയ്യേണ്ടി വരുന്നത്. പലപ്പോഴും റോഡിലൊക്കെ കാണുന്ന ഡോഗ്സിനെ, അതായത് തരക്ക് താഴെ തളർന്നുകൊണ്ട് കൊണ്ടുപോകുന്ന തന്നെ ആളില്ല, കൊണ്ടായ തന്നെ ഷെൽട്ടറിലോ അല്ലെങ്കിൽ വേറെ എവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് നമ്മൾ കാണുന്നത്. അതിന് വിഭിന്നമായിട്ടാണ് നമ്മളിപ്പോൾ പല പ്രാവശ്യമായിട്ട് ഈ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എല്ലാവരും ഇതിനുവേണ്ടി ശ്രമിക്കണം എന്നില്ല. പക്ഷെ ശ്രമിച്ചാൽ നടക്കാവുന്ന കേസാണെന്ന് പറയാനും കൂടെയാണ് എത്ര പ്രശ്നമാണെങ്കിലും ഇത് നമ്മൾ ചിത്രീകരിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ റിസൾട്ട് കണ്ടു തുടങ്ങും തന്നെ വിചാരിക്കുക. ഇവനെ നാളെ വെള്ളത്തിന്റെ ടാങ്കിലേക്ക് നാളെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും നടക്കുമോ നടക്കൂലെന്ന്. തോന്നിക്കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്ക് ഈ വയലൻസിൽ നിലനിൽക്കുമ്പോൾ അത് അവനക്ക് ഉപകാരപ്പെടുകയാണ് ചെയ്യുക. കടി കൊള്ളാണ്ട് നോക്കേണ്ടത് എൻ്റെ ഇതാണ്. പക്ഷെ ഈ ഒരു എനർജി നിലനിൽക്കാച്ച വലിയ കാര്യമാണ്. ശരിയാവാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെ എൻ്റെ ഒരു ഇത്, ആ ഒരു എനർജി കണ്ടിട്ട്. പിന്നെ ചലനം തീരണ്ട് കിട്ടിയിട്ടില്ല. നമ്മൾ ആ നട്ടെല്ലാം അവിടെ നിന്ന് വരണ സമയത്ത് താഴത്തേക്ക് ഒരെണ്ണക്കോ ഈ സമയം വരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ 5-8 ദിവസമായി ഞാൻ മെനക്കെടുന്നതിൻ്റെ ഒരു ഇത് ബ്ലഡ് സർക്കുലേഷൻ മാതിരി ഒരു ചെറിയ അനക്കം എന്തായാലും അതുണ്ടതാണ്. ഏതായാലും ശരിയാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. തടസ്സമാണല്ലോ.